ല് ഇങ്ങനെയുള്ള കളികൾ വളരെ ചുരുക്കമാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇന്നലത്തെ ഒരു കളി KKR വേഴ്സസ് LSG. പൊതുവേ ഇങ്ങനത്തെ ഈ 2 ടീമിൻ്റെ ഒരു കളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഉറക്കം തൂങ്ങിയായിട്ടുള്ള ഒരു കളിയായിരിക്കും. ആക്റ്റീവ് ആയിട്ടുള്ള ഒരു മൊമെന്റോ അല്ലെങ്കിൽ ബാറ്റ് ചെയ്യുന്ന കുറച്ച് സ്റ്റാർസിനൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് കളി കാണാനുള്ള ഒരു മൂഡ് പോകും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ KKRൻ്റെ ഹോം ഗ്രൗണ്ടിലെ കളി. അപ്പം നമുക്ക് ഇന്നലെ കാണാൻ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ഒഴിഞ്ഞ സ്റ്റാൻഡ്സ്. ഇപ്പോൾ ഈ IPL പോലത്തെ ഒരു കളിയിൽ ഇപ്പോൾ ഇവിടെ ബാംഗ്ലൂർ ആണെങ്കിലും ചെന്നൈ ആണെങ്കിലും ഹൈദരാബാദ് ആണെങ്കിലും ഒക്കെ കൂടെ ടിക്കറ്റ് കിട്ടാനായിട്ട് വളരെ പാടാണ്. പിന്നെ ടിക്കറ്റിൻ്റെ റേറ്റും ഒക്കെ വളരെ കൂടുതലാണ്. പക്ഷേ ഇന്നലത്തെ കളിയിൽ KKRൻ്റെ ഒരു സ്റ്റേഡിയം ഇതൊക്കെ കണ്ടപ്പോഴത്തേന് കുറേ സ്റ്റാൻഡ്സ് ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുകയാണ്. പിന്നെ അതുമാത്രമല്ല, നമ്മൾ ലൈവായിട്ട് കളി കാണുന്ന സമയത്ത് എന്താ പറയുന്ന ഒരു ഒരു അധികം അനക്കമൊന്നും ഇല്ലാത്ത രീതിയിലാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് ഈ പാട്ടിൻ്റെയോ അല്ലെങ്കിൽ ഈ ഓഡിയൻസിൻ്റെ സൗണ്ടോ എന്തോ ഒരു ഭയങ്കര വിരസമായൊരു സംഭവം നടക്കുന്ന പോലെയാണ് നമുക്ക് കളി കണ്ടപ്പോൾ ഫീൽ ചെയ്യുന്നത്. പിന്നെ ഇന്നലത്തെ കളിയുടെ കാര്യത്തെ പറ്റി പറയുവാണെങ്കിൽ KKR ജയിച്ചു എന്ന് ഉറപ്പിച്ച ഒരു കളിയാണ് ലാസ്റ്റ് മൊമെൻറ്റിൽ LSG അടിച്ചെടുത്തത്. അപ്പം അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ LSG ജയിച്ചതിന് ഫുൾ ക്രെഡിറ്റ് ഞാൻ ആദ്യം കൊടുക്കുന്നത് KKRൻ്റെ ബോളേഴ്സിനാണ്. രണ്ടാമത് കൊടുക്കുന്നത് നമ്മുടെ മുകുൾ. പുള്ളി ഒരു പുതിയ പ്ലെയറാണ്. ഏതാണ്ട് 22 വയസ്സ് അങ്ങനെ എന്തോ ഉള്ളൂ. അപ്പം പുള്ളി തുടക്കത്തിൽ ഹിറ്റ് ചെയ്യുന്ന എല്ലാം ഈ നമ്മൾ നാട്ടിൽ കളിക്കുന്ന പോലത്തെ കണ്ടം കളിയുടെ മോഡലുള്ള ഷോട്ടായിരുന്നു. എവിടെ കണ്ണ് വീശടിക്കുന്ന പോലെ കൊണ്ടു കഴിഞ്ഞാൽ പോകുന്ന പോലത്തെ. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് പുള്ളി 1-2 നല്ല ഷോട്ടുകൾ കളിച്ചു. ഒരു ഹെലികോപ്റ്റർ ഷോട്ട്, പിന്നെ എനിക്ക് തോന്നുന്നു ഒരു ഓഫ് സൈഡിലേക്ക് ഒരു ഷോട്ട്, അങ്ങനത്തെ 2-3 ഷോട്ട് എണ്ണം പറഞ്ഞ കുറച്ച് ഷോട്ടുകളുണ്ടായി. അപ്പം ചുരുക്കി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി നല്ല കാലിബറുള്ള പ്ലെയറാണ്. ഇങ്ങനത്തെ ഉള്ള പ്ലെയേഴ്സിനെ വളർത്തിക്കൊണ്ട് വരിക എന്നുള്ളതാണ് ഫ്രാഞ്ചൈസീസ് ചെയ്യേണ്ട കാര്യം. അപ്പം എന്തായാലും പുള്ളിക്ക് നല്ലൊരു മികച്ച ചാൻസ് കിട്ടി. ഇപ്പോൾ നമ്മൾ കണ്ടതാണ് നമ്മുടെ സഞ്ജുനൊക്കെ ആണെങ്കിൽ പോലും എത്ര നാൾ വെയിറ്റ് ചെയ്തിട്ടാണ് ഒരു മാച്ച് വിന്നിംഗ് ഇന്നിങ്സ് ഒക്കെ കളിക്കാൻ പറ്റുന്നത്. ഇപ്പോൾ പുള്ളി ഡയറക്റ്റ് വന്ന സമയത്ത് തന്നെ പുള്ളിക്ക് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു ഇന്നിങ്സാണ് കളിക്കാൻ പറ്റിയത്. അത് പുള്ളിക്ക് കൊടുക്കുന്ന ഒരു കോൺഫിഡൻസ് ചെറുതല്ല. അപ്പം എന്തായാലും നമുക്ക് ബാക്കിയുള്ള കളികൾ കൂടി കാണാം. ഈ ഒരു IPLൻ്റെ ഒരു കണ്ടത്തിൽ പോലത്തെ ഒരു കളിക്കാരനാകുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. പിന്നെ പുള്ളി എന്ന് പറയുന്നത് ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ കൂടിയാണ്. അപ്പം നമുക്കറിയാം ഇന്ത്യൻ ടീമിൽ ഇപ്പോൾ തന്നെ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻമാർക്ക് നല്ലൊരു ടൈറ്റ് കോമ്പറ്റീഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവരെല്ലാവരും ടോപ്പ് ഓർഡർ ബാറ്റേഴ്സ് ആണ് എന്നുള്ളതാണ് വേറൊരു പ്രത്യേകത. ഇങ്ങനെ ഇപ്പം ഒരു ലോവർ മിഡിൽ ഓർഡർ ആ ഒരു സ്ലോട്ടിലേക്കാണ് വന്നു പെട്ടിരിക്കുന്നത്. അപ്പം പുള്ളിക്ക് ഇന്ത്യൻ ടീമിലേക്ക് നല്ലൊരു മികച്ച പ്രകടനം നടത്തി കഴിഞ്ഞാൽ ഇന്ത്യൻ ടീമിലേക്ക് വരാനായിട്ടുള്ള എല്ലാ ചാൻസസും ഉണ്ട്. കാരണം ഈ ഒരു ലോവർ മിഡിൽ ഓർഡർ അങ്ങനെ ഒരു സ്ലോട്ടിൽ ഇത്രയും പവർ ഹിറ്റിംഗ് ആയിട്ടുള്ള ഒരു മനുഷ്യനെ കിട്ടുക എന്ന് പറയുന്നത്, ഒരു പ്ലെയറിനെ കിട്ടുക എന്ന് പറയുന്നത് ഏത് ടീമാണെങ്കിലും വളരെ ചുരുക്കം നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കിയുള്ള മത്സരങ്ങൾ കൂടി കണ്ടു നോക്കാം. താങ്ക് യു.